ജർമ്മനിയിലെ കത്തോലിക്ക സഭയിലെ സിനഡ് യാത്രയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സംഭവ വികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജർമ്മൻ സഭ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രപരമായ ചില ആശയങ്ങൾ കത്തോലിക്ക സഭയുടെ കൂദാശ ഘടനയുമായി യോജിപ്പിക്കാൻ കഴിയില്ലെന്നും പാപ്പ വ്യക്തമാക്കി. സുവിശേഷത്തിന്റെ ശരിയായ പാതയിലൂടെ നവീകരിക്കപ്പെടുവാൻ പാപ്പ ജർമ്മൻ സഭയോട് ആഹ്വാനം ചെയ്തു. സ്വവർഗവിവാഹം, വനിതാ പൗരോഹിത്യം, ധാർമ്മികത, പൗരോഹിത്യ ബ്രഹ്മചര്യം തുടങ്ങിയ പല വിഷയങ്ങളിലും കത്തോലിക്ക സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിന് വിരുദ്ധമായ പല ചിന്തകളും ജർമ്മൻ സഭയിൽ നിന്നും ഉയർന്നുവന്നത് ആഗോള സഭയിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ജർമ്മൻ സഭ സാർവത്രിക സഭയുടെ പാതയിൽ നിന്ന് കൂടുതൽ അകന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് 2 ദൈവശാസ്ത്ര പ്രൊഫസർമാർ ഉൾപ്പെടെ 4 ജർമ്മൻ കത്തോലിക്ക സ്ത്രീകൾ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് പാപ്പയ്ക്ക് കത്തയച്ചത്. ഈ കത്തിനുള്ള മറുപടിയിലാണ് പാപ്പ തന്റെ ആശങ്ക അറിയിച്ചത്. സാർവത്രിക സഭയുടെ പൊതുവായ പാതയിൽ നിന്ന് കൂടുതൽ അകന്നു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഈ പ്രാദേശിക സഭയുടെ വലിയ ഭാഗങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ചില വിഭാഗങ്ങൾ നടപടികളെക്കുറിച്ചുള്ള ആശങ്ക ഞാൻ പങ്കുവയ്ക്കുന്നു എന്നാണ് പാപ്പ തന്റെ കത്തിൽ എഴുതിയിരിക്കുന്നത്. ജർമ്മനിയിലെ കത്തോലിക്കർ പ്രാർത്ഥനയിലും തപസ്സിലും ആരാധനയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പാപ്പ നിർദ്ദേശിച്ചു. 2019 ജൂൺ 29 പ്രസിദ്ധീകരിച്ച ജർമ്മനിയിലെ തീർത്ഥാടക ജനതയ്ക്കുള്ള തന്റെ കത്തും പാപ്പ ഓർമ്മിപ്പിച്ചു. പ്രവർത്തനപരമായ വ്യതിയാനങ്ങളിലോ പ്രത്യയശാസ്ത്രപരമായ അവശയങ്ങളിലോ വീഴാതെ സുവിശേഷത്തിന്റെ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാൻ പാപ്പ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായരെയും ആഹ്വാനം ചെയ്തു. പാപ്പയ്ക്ക് ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് കത്തയച്ച 4 സ്ത്രീകളും ജർമ്മനിയിലെ സിനഡൽ പ്രതിനിധി സ്ഥാനം രാജിവെച്ചവരാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിനായ ന്യൂസ്.